ഇനി അടുത്ത് നമുക്ക് വേറൊരു കൺസെപ്റ്റൂടെ നോക്കാം, റേഡിയസ് ആൻഡ് ഡയാമീറ്റർ. സോ റേഡിയസ് എന്ന് പറയുന്നത് ഒരു ട്രീയിലെ ഒരു സെൻറ്ററിൻ്റെ എക്സെൻട്രിസിറ്റീനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്ത്. ഓക്കെ, ഒരു ട്രീ, ഇതിപ്പം ഈ റേഡിയസ് ആൻഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ട്രീ. നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റർ, ഡിസ്റ്റൻസ്, എക്സെൻട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഗ്രാഫിലായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ്സ് ആണ്. സോ എക്സെൻട്രിസിറ്റി ഓഫ് ദി സെൻറ്റർ ഇസ് എ ട്രീ ആൻഡ് ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ടി ഈസ് കോൾഡ് എ ഡയമീറ്റർ. ഇനി ഇവിടെ നമ്മൾ റേഡിയസ്, ഡയമീറ്റർ, സെൻറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? എക്സെൻട്രിസിറ്റിയാണ് വേണ്ടത്. സോ എക്സെൻട്രിസിറ്റി ഈസ് നീഡഡ് അല്ലേ? ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടില്ല. സോ എക്സെൻട്രിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് സെൻറ്റർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഐ ആം ടേക്കിംഗ് ഇ ഓഫ് V1. ഇ ഓഫ് V1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 5 എന്ന് കിട്ടും. ഇ ഓഫ് V2 4 എന്ന് കിട്ടും. ഇ ഓഫ് V3 3 കിട്ടും. ഇ ഓഫ് V4 3 കിട്ടും. ഇ ഓഫ് V5 4 കിട്ടും. ഇ ഓഫ് V6 5 എന്ന് കിട്ടും. ഇനി V1 ഇവിടെ കിടക്കുന്നുണ്ട്. എക്സെൻട്രിസിറ്റി എങ്ങനെയാണ് 5 വരുന്നത്? 1 2 3 4 5. അതായത് V1ൽ നിന്നുമുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റ് വലിയ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാണ്ട് നിങ്ങൾക്കിത് കിട്ടും. ഇനി V2 ഇവിടെയാണ്. 1 2 3 ആൻഡ് 4. ഓക്കെ, അങ്ങനെ 4 നമുക്ക് കിട്ടും. V3 എന്ന് പറയുമ്പോൾ 1 2, ഇത് ഷോർട്ടസ്റ്റ് ആണ്. 1 2 3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ലോങ്ങസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് V5 എവിടെയാണ്? V5 ഇവിടെയാണ്. 1 2 3 4. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് എക്സെൻട്രിസിറ്റീസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് ആൻസർ ചെയ്യാം. വിച്ച് ഇസ് മൈ സെൻറ്റർ. സെൻറ്ററിന് എന്തായിരുന്നു നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞ്? മിനിമം എക്സെൻട്രിസിറ്റി അല്ലേ? ഇവിടെയുള്ളതിൽ ഏതാണ് മിനിമം എക്സെൻട്രിസിറ്റി ഉള്ളത്? ഇത് രണ്ടെണ്ണത്തിന് മിനിമം എക്സെൻട്രിസിറ്റിയാണ്. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഇസ് മൈ സെൻറ്റർ അല്ലേ? V3, V4 ആണ് എൻ്റെ സെൻറ്റർ. ഇനി നമുക്ക് അടുത്തത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കുള്ളത്? റേഡിയസ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് ദി സെൻറ്റർ ആണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 3. ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്താണ്, ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് പാത്ത്. അപ്പം അത് നിങ്ങൾക്ക് ഇവർ തമ്മിലുള്ള എൻഡ് വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താലും മതി. 1 2 3 4 5. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്ന എക്സെൻട്രിസിറ്റിയിലെ മാക്സിമം എടുത്താലും മതി. സോ ദിസ് ഇസ് ഹൗ യു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഫോമാറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഡ്രോ എ ട്രീ വിത്ത് റേഡിയസ് 5 ആൻഡ് ഡയമീറ്റർ 10. സോ ഡയമീറ്റർ 10 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം 10 എഡ്ജസ് നമുക്കിതിൻ്റെ ഇടയിൽ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ എനിക്കൊരു വേർട്ടെക്സ് ഉണ്ട് U ആൻഡ് V. ഇപ്പോൾ ഇവർക്കിടയിൽ 1 2 3 4 5 6 7 8 9 10. സോ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? എൻ്റെ ഡയമീറ്റർ 10 ആയി. അതായത് എനിക്ക് ഈ ഒരു രണ്ട് വേർട്ടിസസ്, എൻ്റെ പെൻഡൻ വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 ആണെന്ന് മനസ്സിലായി. ഇനി ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? റേഡിയസ് ഇസ് 5. അതായത് എൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. 1 2 3 4 5. ഇപ്പോൾ ഇവിടെ എനിക്കൊരു W എന്ന് പറഞ്ഞ വേർട്ടെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ. 1 2 3 4 5. 1 2 3 4 5. സോ എക്സെൻട്രിസിറ്റി 5 വരും, അല്ല റേഡിയസ് 5 വരും. ഇനി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേർട്ടിസസ് എല്ലാം ആഡ് ഓൺ ചെയ്തു പോകാം. A B C D E F G H. സോ ഇവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? റേഡിയസ് നോക്കി. അതായത് എൻ്റെ മിഡിൽ എലമെൻറ്റിൻ്റെ സെൻറ്ററിൻ്റെ എക്സെൻട്രിസിറ്റി 5 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ 2 പെൻഡൻ വേർട്ടിക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് ഞാൻ ഈ ഒരു ട്രീ വരച്ചേക്കാണ്. ഇവിടെ ഒരു ട്രീ ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണക്റ്റഡ് ഗ്രാഫും സൈക്കിൾ ഇല്ലാത്തൊരു ഗ്രാഫും ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് റൂട്ടഡ് ട്രീ ആണ്. സോ റൂട്ടഡ് ട്രീ എന്ന് പറയുമ്പോൾ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാക്കാം
the one which is root is called root tree. Okay, അതായത് if there is one vertex that is distinguished ഫ്രം ദി അതർ വേർട്ടെക്സ്, അവരെ നമ്മൾ റൂട്ട് ട്രീ എന്ന് പറയും. കണ്ടോ, ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം കളർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെ നമ്മൾ റൂട്ട് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. റൈറ്റ്. ആൻഡ് ഇനി റൂട്ട് ട്രീയുടെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ ലെവൽസ് ഓഫ് ദ പെൻഡൻറ്റ് വേർട്ടിസസ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ലെവൽ എന്ന് പറയുന്നത് ഏതൊക്കെ പാസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അതായത് എത്ര എഡ്ജസ് എന്നുള്ള രീതി നിങ്ങൾക്ക് വേണേൽ എടുക്കാം. 1 and 2 ഇവിടുത്തെ ലെവൽ 2 ആണ്. 1, 2 and 3 ഇവിടുത്തെ ലെവൽ 3 ആണ്. സോ പാത്ത് ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെവൽസിൻ്റെ ഒരു അഡീഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടത്. ഇതെല്ലാം ബേസ് കൺസെപ്റ്റാണ്, കൺഫ്യൂസ് ആക്കരുത്. അതുകൊണ്ട് ഓരോന്ന് പഠിച്ചു പോകുമ്പം നിങ്ങൾ വൃത്തിക്ക് മനസ്സിലാക്കി കൊണ്ടുപോവുക. വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഇവിടെ പെൻഡൻറ്റ് വേർട്ടെക്സിൻ്റെ ലെങ്ത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വെയ്റ്റ് കാണും. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ ലെവൽ വിത്ത് ദ വെയ്റ്റ് ആൻഡ് ഡു ദാറ്റ് ഫോർ ഓൾ ദ ലീഫ് വേർട്ടെക്സ് എന്ന് അല്ലെങ്കിൽ ലീഫ് നോഡ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ഒരു എക്സാമ്പിളിൽ എങ്ങനെയാണ് വെയ്റ്റഡ് പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ 0.5 ആണ് എൻ്റെ ഫസ്റ്റ് വെയ്റ്റ്. അതിൻ്റെ ലെവൽ എത്രയാണ്? ഒരു എഡ്ജേ ഉള്ളൂ. സോ 1 പ്ലസ് അടുത്ത് നമുക്ക് 3 ആണുള്ളത്. 3 ഇൻറ്റു 1, 2. സോ 2 ആണ് എൻ്റെ ലെവൽ വരുന്നത്. പ്ലസ് മൂന്നാമത്തേത് 0.5 1, 2, 3, 4. അപ്പോൾ ഇതിൻ്റെ ലെവല് 4 ആണ്. പ്ലസ് ഇവിടെ 1 ആണ് അടുത്ത വെയ്റ്റ് ഇൻറ്റു 1, 2, 3 പ്ലസ് അടുത്തത് 2 ആണ് എൻ്റെ വെയ്റ്റ് 1, 2. ഇതെല്ലാം കൂടി ഈക്വലൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വെയ്റ്റഡ് പാത്ത് ലെങ്ത് ഓഫ് റൂട്ടഡ് ട്രീ ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. Now let's look into the next concept, that is a binary tree. സോ ബൈനറി ട്രീ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റൂട്ടഡ് ട്രീ തന്നെയാണ്. പക്ഷേ ഇതിലെ ഒരു വെർട്ടെക്സിന് മാത്രമേ 2 ഡിഗ്രി ഉണ്ടായിരിക്കൂ. ബാക്കിയുള്ളതിന് ഒന്നെങ്കിൽ 3 ഡിഗ്രി അല്ലാന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ ഈ ഒരു വെർട്ടെക്സിന് മാത്രമേ 2 പേരെ അറ്റ് എ ടൈമിൽ ക്യാരി ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഗ്രി 1 അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഗ്രി 3. റൈറ്റ്. അപ്പം അങ്ങനെയാണ് നമുക്കൊരു ബൈനറി ട്രീനെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ എ ബൈനറി ട്രീ വിത്ത് 6 വെർട്ടിസസ്? ഇത് പറയുമ്പോഴേ നിങ്ങളൊന്ന് വരച്ച് നോക്കണം. അപ്പം ഒരു വെർട്ടെക്സ് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഒരു വെർട്ടെക്സ് ഇവിടെ ഉണ്ട്. ഇതിന് ഡിഗ്രി 2 ആണ്. സോ ഇവിടെ ഞാൻ 2 എണ്ണം വരച്ചു. ഇനി എനിക്ക് 6 ആണ് അടുത്ത് വേണ്ടത്. അപ്പം ഞാൻ വീണ്ടും 2 എണ്ണം കൂടെ വരച്ചു. ഇവിടെ 1, 2, 3, 4, 5 വെർട്ടിസസ് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു വെർട്ടെക്സ് കൂടെ വരയ്ക്കണം. അപ്പം ഞാനത് വേണേൽ ഇങ്ങനെ വരയ്ക്കുമെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് വരയ്ക്കുമ്പം 6 വെർട്ടിസസ് എൻ്റെ ഡൺ. ഓക്കെ, 6 വെർട്ടിസസ് എൻ്റെ ഇവിടെ കഴിഞ്ഞു. പക്ഷേ നിങ്ങളൊന്ന് നോക്കിക്കുക, ഇവിടെ ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 1, 1, 1. ഈ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണ്? 2. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, പല കോമ്പിനേഷനിൽ നോക്കാം. പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ. യു നോ വൈ? ബിക്കോസ് ഒരു ബൈനറി ട്രീ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി വിത്ത് ഓഡ് നമ്പർ ഓഫ് വേർട്ടിസസ്. സോ ഓഡ് നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ ക്രിയേറ്റ് എ ബൈനറി ട്രീ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല മെത്തേഡിൽ ഡ്രോ ചെയ്ത് നോക്കാം. ബട്ട് സ്റ്റിൽ യു വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ദി ആൻസർ. ഇനി അടുത്ത നമുക്കൊരു തിയറം നോക്കാം. The number of vertices in a binary tree is odd. ഇതാണ് നമ്മൾ തിയറം. So how will we prove it? First of all, we know that let us take a tree T, okay, which is a binary tree. Okay, we know that binary tree one vertex must be of degree 2. Okay, and we also know that sum of all degrees must be equal to 2 into n minus 1. അല്ലേ, n minus 1 എന്ന് പറയുന്നത് എഡ്ജസ് ആണ്.
So if my one thing is even, then the rest of the odd vertices must be even in number, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈവൻ ആവത്തുള്ളൂ. മസ്റ്റ് ബി ഈവൻ ഇൻ നമ്പർ. സോ നമ്മുടെ ഓഡ് വേർട്ടിസസ് ഈവൻ നമ്പർ ആയിരിക്കണം. പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേനും ഒബ്വിയസ്ലി മൈ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് വിൽ ബി ഓഡ്. ഹെൻസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ടി വിൽ ബി ഓഡ്. ഇനി അടുത്തത് എഗെയിൻ നമുക്കൊരു തിയറമാണ്. എ ബൈനറി ട്രീ ഓൺ n vertices has n plus 1 by 2 pendant vertices. Okay, so let us assume that the binary tree has p number of pendant vertices. ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തിയറം പഠിച്ചായിരുന്നു അല്ലേ, ഗ്രാഫ് തിയറിയിൽ. അതെങ്ങനെയായിരുന്നു നമ്മൾ എഴുതേണ്ടത്? 2 എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രിയാണ്, പ്ലസ് പെൻഡൻറ്റ് വെർട്ടെക്സ് പ്ലസ് n മൈനസ് p മൈനസ് 1. ഓക്കെ, ദ ഹോൾ ഇൻറ്റു 3. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വെർട്ടെക്സ് റൂട്ട്, പിന്നെ പെൻഡൻറ്റ് വെർട്ടെക്സ്, പിന്നെ അത് കഴിഞ്ഞ് 3 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സോ ഇവിടെ n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടെക്സ്, p എന്ന് പറയുന്ന പെൻഡൻറ്റ് വെർട്ടെക്സ്, 1 എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട്. ഓക്കെ, ബാക്കിയുള്ളതെല്ലായിരിക്കും ഡിഗ്രി. വിൽ ബി 2 ഇൻറ്റു n മൈനസ് 1. എന്തുകൊണ്ടാണ് 2 ഇൻറ്റു n മൈനസ് 1? ബിക്കോസ് ഇറ്റ്സ് എ ട്രീ ആൻഡ് എ ട്രീ വിൽ ബി ഹാവിങ് n മൈനസ് 1 എഡ്ജസ്. സോ ഇനി നോക്ക്, 2 പ്ലസ് p പ്ലസ് 3n minus 3p minus 3 is equal to 2n minus 1. Sorry, 2n minus 2. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് 2n minus 2p minus 1 is equal to minus 2. n plus 1 is equal to 2p. Therefore, p is equal to n plus 1 by 2. Hence, we have proved. Okay. So, the number of pendant vertices will be n plus 1 by 2.